ഹായ് ഗൈസ്, എല്ലാവർക്കും ഗോഡി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ജലാട്ടിൻ്റെ ഈ ജെല്ലി ഇതെങ്ങനെയാണ് നമുക്ക് ആക്കാന്നുള്ള ഇത് കാണിക്കാനാണ് ഞാൻ വന്ന്. ഇത് നല്ലൊരു രസമാണ്, കുട്ടികൾക്കായാലും വലിയക്കായാലും ഇങ്ങനെ തിന്നാനാക്കിയിട്ട് പിന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് നമുക്ക് നല്ല ടൈലാക്കിയിട്ടിടാം. പിന്നെ ഇതിപ്പോൾ സ്ട്രോബെറിൻ്റെ വാങ്ങി നമ്മൾ നാരങ്ങ ആയാലും വാങ്ങി അങ്ങനെ പല ഫ്ലേവറിൽ കിട്ടുന്നുണ്ട്. നമുക്ക് 450 ml വെള്ളത്തിൽ ഇത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. 450 പിന്നെ വെള്ളം ഇതിൽ അളന്നിട്ട് നമുക്ക് ഇതിലിട്ട് തിളപ്പിക്കാം, നല്ലോണം തിളപ്പിക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കാം നല്ലോണം. പൊടിയും കൂടി ഇട്ട് പൊടി ഇങ്ങനെ ഇളക്കണം, ഇട്ട് നല്ലോണം തിളപ്പിക്കണം. പൊടിയിലിട്ട് നല്ല സ്മെല്ല്, സോളറിന് നല്ല സ്മെല്ല് ചെയ്യുന്നുണ്ട്. ആ അടിപൊളി എല്ലാ സ്മെല്ല്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നല്ല സ്ട്രോബെറിന് നല്ല അടിപൊളിയാണ്. നല്ലോണം ചെറുങ്ങനെ ഇളക്കി കൊടുക്കാം. സ്ട്രോബെറിൻ്റെ എങ്ങനെയാണ് വേണം അതേപോലെ നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, നല്ല നമുക്ക് എല്ലാം തുറന്ന് വെക്കാൻ പറ്റുന്ന വിധത്തിൽ തുറന്ന് വെക്കാം. അപ്പം നമ്മൾ ഇത് തിളപ്പിച്ച് നല്ല ഇതായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ 2 പാത്രത്തിലേക്ക് ഇത് തണിയാൻ ഫ്രിഡ്ജിൽ വെക്കും. നല്ല കട്ടിയാവും. ഇതിൻ്റെ അകത്ത് വെച്ച് ഹാർട്ടിൻ്റെ ഇനി നമ്മൾ ഇത് സെറ്റാകാൻ ഫ്രിഡ്ജിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല പാൽ ജ്യൂസ് ഉണ്ടാക്കില്ലേ, നല്ല പാലിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നല്ല റേഷനാകാൻ പോലെ ആയിട്ട് നല്ലോണം ഉണ്ടാകും. നല്ല എല്ലാം നമുക്ക് കഴിക്കാം. കുട്ടികളെല്ലാം വലിയ ഇഷ്ടമാവും കഴിക്കാൻ. നല്ല അടിപൊളി. ഇതിൻ്റെ 4 ഫ്ലേവറുകളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അറിയാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഫ്രിഡ്ജിലേക്ക് വെച്ച് കട്ടയാകാൻ. ഹായ്, അപ്പോൾ നിങ്ങൾ ഇന്നലെ ജലത്തിനകത്ത് വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. അത് നമുക്ക് നോക്കാം, അതെന്താ നോക്കാം, ശരിയാക്കാം. ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ജലാറ്റിൻ നല്ല ഹാർട്ടിൻ്റെ ഷേപ്പുള്ള പാത്രത്തിലാണ് ആക്കി വെച്ചത്. ഇതാണ് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെയും കട്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം. നല്ല ഡിസൈൻ ഇങ്ങനെ മുറിച്ച് നല്ല ചെറിയതായിട്ട് കട്ടാക്കിയിട്ട് ഉപ്പിട്ട് മുട്ടായി പോലെ വേണമെന്നില്ല, അത് കുടിക്കുകയും കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ജ്യൂസിലാക്കിയിട്ട് പിന്നെ മാംഗോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാംഗോ ജ്യൂസ് അതും കളിച്ചുതരാം. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് രസമാണ്. നല്ല ഇതിൻ്റെ 4 കളേഴ്സും വരുന്നുണ്ട്. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കാം. ഇന്നലെ കാണിച്ചു തരുന്നില്ല.
വെള്ളം വെക്കുക. ഇതിന് അതിൻ്റെ അകത്തെല്ലാം ആ ഡബ്ബേൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇത്ര വെള്ളം വെക്കണം. അതിന് ശേഷം അതിൽ തിളച്ചിട്ട് പിന്നെ വെക്കുക. എന്നിട്ട് തിളക്കി വെച്ച് കഴിഞ്ഞ് നല്ല തിളപ്പിച്ചിട്ട് ഇതാവുന്ന കുറച്ച് തിളപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് വൃത്തിയിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഇന്നലെ വൈകുന്നേരം രാത്രി വെച്ചതാണ്. ഇന്ന് രാത്രിയായി. രാവിലേക്ക് ഫുൾ നല്ല കട്ടിയായി. 2 പാത്രത്തിൽ വെച്ചിന്, ഒരു പാത്രത്തിൽ നമ്മൾ കഴിച്ച് ഹോട്ടലുള്ള നമ്മൾ കഴിച്ച്. അപ്പൊ ഇത് വെച്ചതിന് ജ്യൂസിന് എങ്ങനെയാ വേണ്ടി കാണിക്കാം. ഷെയർ ചെയ്യുക. എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയക്കായാലും ഒരു മധുരം തിന്നണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത് ഇതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഏത് ഷേപ്പിൽ വേണം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമല്ല ഇതിൻ്റെ അകത്തുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.